Redmi mobile phone use ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി 5 ടിപ്സുകളാണ് ഈ വീഡിയോയിൽ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ Redmi മൊബൈൽ ഫോണിന്റെ മുകളിലുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന ഇതിന്റെ മുകളിലുള്ള ഒരുപാട് ഓപ്ഷനുകൾ കാണുന്നുണ്ടല്ലോ. ഈ നെറ്റ് ഓൺ ആക്കാനും വൈഫൈ ഓൺ ആക്കാനും അത് ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സ്ഥലത്തിനാണ് കൺട്രോൾ സെൻറ്റർ സ്റ്റൈൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കൺട്രോൾ സെൻറ്റർ സ്റ്റൈലിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ റെഡ്മി മൊബൈൽ ഫോണിൻ്റെ ഈ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ആക്കുക. അതിനുശേഷം അങ്ങനെ കുറച്ച് നീക്കി കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് കൺട്രോൾ സെൻറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കൺട്രോൾ സെൻറ്റർ സ്റ്റൈൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അങ്ങനെ കാണിക്കും ഓൾഡ് വേർഷൻ, ന്യൂ വേർഷൻ്റെ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളതിന്മേൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഒരു നീല ഇതുള്ളത് ആണ്ട് മാറും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, ആ മുകളിലൊന്ന് നോക്കി നോക്കുക സ്റ്റൈൽ മാറിയിരിക്കണമെന്ന്. അപ്പോൾ ഇതാണ് സംഭവം. ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സംഗതി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതാ ഇതാണ് ആ ഒരു സെൻട്രൽ സ്റ്റൈല്. നിങ്ങൾക്ക് ഇനി ഇത് ഇവിടെ നിങ്ങൾ നീട്ടി കൊടുക്കാനാണ് പരിപാടി. ഇവിടെ നിങ്ങൾ നീട്ടി കൊടുത്താലാണ് ഇത് വരൽ. അപ്പോൾ നിങ്ങൾക്ക് ഇനി പഴയത് തന്നെ എങ്ങനെ ആക്കലെന്ന് വെച്ചാൽ അത് നമുക്ക് തന്നെ ഒന്നുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓൾഡ് വെർഷൻ വരുന്നതായിരിക്കും. റെഡ്മി മൊബൈൽ ഫോണിൻ്റെ രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ലൈഫിൻ്റെ ആ ഒരു ഐക്കൺ അതിങ്ങനെ ചേഞ്ച് ചെയ്യലെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ റെഡ്മി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ആക്കുക. അതിനുശേഷം നേരത്തെ വന്ന അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ആൻഡ് കൺട്രോൾ സെൻറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ അവിടെ കാണാം സ്റ്റാറ്റസ് ബാർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബാറ്ററി ഇൻഡിക്കേറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ കാണാൻ പറ്റും ബാറ്ററിൻ്റെ കുറച്ച് ഡിസൈൻ ഐക്കൺസ് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലിങ്ങനെ കാണിക്കുന്നത് 100% എന്നുള്ള രീതിക്ക് ഇത് വരുന്നതായിരിക്കും. പിന്നെ 100% അതിൽ 75%, 30 അങ്ങനെയൊക്കെ കാണിക്കുന്നത്, 30% എന്നൊക്കെ കാണിക്കുന്നത് ഓൺലി കാണിക്കാത്തത് മാത്രമാണ് ഇവിടെ കാണിച്ചത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിലങ്ങനെ ശതമാനം കാണിച്ചിട്ടില്ല. അപ്പോൾ അതിലാണ് ഇട്ടിരിക്കുന്നത്. 100% ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി ഇപ്പോൾ എത്ര ശതമാനം എന്നുള്ളത് അവിടെ കാണിച്ചു തരും. 67% എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി ചേഞ്ച് ചെയ്ത് നോക്കുക. 100% എന്ന് ഈ ഉള്ളിൽ ബ്ലാക്ക് കാണിക്കുന്നതിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം എന്ന് കാണാം. ബ്ലാക്കിൽ 67% എന്ന് കാണിക്കും. കുറച്ച് ലാഷൊന്നുണ്ട് വലിപ്പം കൂടിയ പോലെ തോന്നണേ. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യൽ. അപ്പോൾ നിങ്ങൾക്ക് പഴയപടി ആക്കണമെന്നുണ്ടെങ്കിൽ അതിലെന്താണ് ആക്കാം, അത് തന്നെ ഇടാവുന്നതാണ്. അപ്പോൾ ഓക്കെ. ഇപ്പോൾ റെഡ്മി മൊബൈൽ ഫോണിൻ്റെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ലോക്ക് സ്ക്രീനിലോട്ടുള്ളതാണ്. സ്ക്രീൻ ഓഫ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്ലോക്ക് കൊടുക്കാവുന്നതാണ്. ആനിമേഷൻ ആയിട്ടുള്ള കുറേ ഇമേജുകൾ കൊടുക്കാൻ പറ്റുന്ന ആണ് ഈ റെഡ്മിയിൽ കാണിക്കുന്നത്. പിന്നെ അടുത്തത് വേറൊന്നുണ്ട്, ഇതിലും ടൈം കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റൈൽ രീതികൾ എന്തൊക്കെ മാറുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടൈം, അതുപോലെ ഡേറ്റ്, പിന്നെ നോട്ടിഫിക്കേഷൻ, പിന്നെ ബാറ്ററി എത്ര ശതമാനം ഉള്ളത്, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് അറിയുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യൽ. അപ്പോൾ നിങ്ങൾ റെഡ്മി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ അവിടെ ആ മുകളിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫായി കിടക്കണ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ കാണിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റത്തേൽ ഏതെങ്കിലും ഒന്നെടുത്ത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഏതാപ്പോൾ എടുക്കുകയെന്ന് വെച്ചാൽ ഇത് നോക്കാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ കാണാൻ പറ്റും ബാറ്ററി നോട്ടിഫിക്കേഷൻ. പിന്നെ ഈ ബാറ്ററി ലെങ്ത്ത് ഇങ്ങനെ ഇവിടെ ഈ കാണിക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫാക്കാവുന്നതാണ്. അപ്പോൾ പോയതാണില്ല. നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓഫാക്കാവുന്നതാണ്. പിന്നെ ഇത് എങ്ങനെയാണ് ഡിസ്പ്ലേയിലോട്ട് കൊടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആപ്പിൾ എന്നുള്ളതിൽ കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ റൺ ഓൺ എന്ന് കൊടുക്കുക. റൺ ഓൺ ക്ലിക്ക് ചെയ്തിട്ട് രണ്ട് സ്ക്രീന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വരുന്നതായിരിക്കും. വന്നിങ്ങനെ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് എല്ലാം ഒരേപോലെ തന്നെയാണ് സെറ്റ് ചെയ്യൽ. ആപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കി നോക്കാം. ഇപ്പോൾ ഓരോന്ന് സെറ്റാക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും തീം മാറിയത് ഏതാണ് ഇട്ടതെന്ന്. ഡിസ്പ്ലേയിൽ ലോക്ക് സ്ക്രീനിൽ ഏതാ ഇട്ടതെന്ന് ഇവിടെ അങ്ങനെ കാണിക്കും. അപ്പോൾ ഇനി അടുത്ത ഏതാ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അടുത്ത ഏതാണ് കൊടുക്കേണ്ടത്, ഇതിലത്തെ ഏതെങ്കിലും നോക്കി നോക്കാം.
അപ്പോൾ ഇതണ്ട ഈ ഒരു സ്റ്റൈല് ഇങ്ങനെയാണ്. അടുത്ത ഡിജിറ്റലിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തു നോക്കാം. ഡിജിറ്റലിൽ ഇത് കൊടുത്തു നോക്കാം. ഡിജിറ്റൽ നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ഡിജിറ്റൽ രീതികളുള്ളത്. അപ്പോൾ ഞാൻ അടുത്തത് നോക്കാം. അപ്പോൾ അടുത്ത നമ്മൾ ഈ താഴത്തുള്ളതാണ് കൊടുക്കുന്നത്. താഴത്തുള്ള കുറച്ചും കൂടി നല്ല രസമുള്ളതാണ് കാണിക്കുന്നത്. അടുത്ത് ഇതൊന്ന് കൊടുത്ത് നോക്കി നോക്കാം. അപ്ലൈ കൊടുത്ത് ഉണ്ടോ? ഓക്കെ. അപ്പോൾ നാലാമത്തെ റെഡ്മി മൊബൈൽ ഫോണിൻ്റെ ടിപ്സാണ് ഈ വീഡിയോ. അപ്പോൾ റെഡ്മി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലോട്ട് തന്നെ പിന്നെയും പോവുക. അതിനുശേഷം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് മുകളിലുള്ള നോട്ടിഫിക്കേഷൻ എഫക്റ്റ് എന്ന് കൊടുത്തത് അനിമേഷൻ എന്ന് കൊടുക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അവിടെ നമുക്ക് കാണാം നേരത്തെ സെറ്റ് ചെയ്ത ക്ലോക്കിൻ്റെ അതിവിടെ കാണാൻ പറ്റും. ഈ ക്ലോക്കിന് ഇനി എന്താണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മെസ്സേജ് മൊബൈൽ ഫോണിൽ വാട്സപ്പോ ഇമെയിലോ യൂട്യൂബോ എന്തിൻ്റെയെങ്കിലും മെസ്സേജ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളെ മൊബൈൽ ഫോണിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ലോക്ക് സ്ക്രീനിൽ ഇതുപോലെ ഒരു ലൈറ്റ് കത്തണമാണ്. അതുപോലെ ഈ ലൈറ്റിൻ്റെയും ഈ ഒക്കെ ലൈറ്റ് പല രീതിയിലുള്ള എഫക്റ്റുകൾ ആനിമേഷനായിട്ട് ഇതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചു തന്നത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഇത് ഓഫാക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഉണ്ടാവില്ല. അപ്പോൾ റെഡ്മി മൊബൈൽ ഫോണിൻ്റെ അഞ്ചാമത്തെ ടിപ്സാണ് ഇനി അടുത്ത കാണിച്ചു തന്നെ. നിങ്ങളെ റെഡ്മി മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ഒരു വിരൽ വെച്ചിട്ട് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ 3 ഓപ്ഷൻ വരും. വാൾപേപ്പർ, വെഡ്ജസ്, സെറ്റിങ്സ്. ഈ വെഡ്ജസ് എന്നിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും കുറേ ഓപ്ഷനുകൾ, കുറച്ച് കാര്യങ്ങൾ. ലോക്ക്, വൈഫൈ, മൊബൈൽ ഡാറ്റ, അതുപോലെ ടോർച്ച്, എയറോപ്ലെയിൻ മോഡ്, ബ്ലൂടൂത്ത്, ഹോട്ട്സ്പോട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ മുകളിൽ കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിങ്ങനെ നീക്കണ്ടേ. അപ്പോൾ ഇത് നീക്കാതെ നിങ്ങൾക്ക് ഇപ്പോൾ മൊബൈൽ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ഇത് പിടിച്ചിങ്ങാണ് ഇങ്ങനെ എടുക്കാക്കിയാൽ ഈ ഒരു ഇതുമ്മ മുകളിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ഇതുമ്മ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഡാറ്റ ഓൺ ആവുന്നതായിരിക്കും. അതേമാതിരി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആ ലോക്ക് സ്ക്രീന് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ ഇതുമ്മ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സ്ക്രീൻ ഓഫ് ആവും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ടോർച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോർച്ച് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ടോർച്ച് കത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് നോക്കി നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വിരൽ വെച്ച് ഒന്ന് അമർത്തി പിടിച്ചാൽ റിമൂവ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടാമതൊന്നും കൂടി കാണിച്ചു തരാം. റിമൂവ് എന്ന് അടിച്ചാൽ റിമൂവ് ആവും. ഡിസ്പ്ലേയിൽ നിന്ന് റിമൂവ് ആയി പോവും. അത്രേ ഉള്ളൂ. ഓക്കെ.